ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. ഈ ഒരു സമയത്തും ഇവൾ ഉറങ്ങാറേ ഇല്ല. ഇങ്ങനെ ആട്ടി ആട്ടി ഇരിക്കണം. ഇത് നമുക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കും. വെളുക്ക് ഇത് തന്നെ ആട്ടോ. എന്തുവാടാ വാവ കുഞ്ഞാ? അമ്മയ്ക്ക് അച്ഛക്ക് ഉറങ്ങണ്ടേ? ഇടിച്ചിരിക്കുന്നുണ്ട്. അവള് ചിരി കണ്ടോ കള്ളിപ്പെണ്ണ്. ഞങ്ങൾക്ക് രണ്ടിനും ഉറങ്ങണം. കയ്യിൽ വെച്ച് ഇങ്ങനെ ആട്ടിയാട്ടിരിക്കുമ്പോൾ അവൾ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങും കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങോട്ട് താഴത്തോട്ട് കിടത്തുമ്പോഴത്തേക്ക് ഇവൾ ഒറ്റ കരച്ചിലാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെടുത്ത് ഇങ്ങനെ ആട്ടി ഉറക്കി പതുക്കെ കിടത്തും. പിന്നെ ഇത് തന്നെ കേട്ടോ, തൊട്ടിലാണെങ്കിൽ പിന്നെ ഇത്തിരി നേരമെങ്കിലും കിടന്ന് ഉറങ്ങും. ഞങ്ങളുടെ അടുത്ത് കിടന്ന് അവൾ ഉറങ്ങത്തേ ഇല്ല. അതായത് ഇങ്ങനെ ആട്ടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഇതാ അവളെ ഒന്ന് ഉറക്കി ഒന്ന് കിടത്തിയിട്ടുണ്ട്. അവളിപ്പം തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ ശാലു അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ശാലുവിൻ്റെ അമ്മ പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി വിളിച്ചിട്ട് വന്നതായിരുന്നേ. അവൾ വരുന്ന വരവാണ്. ഈ ഒരു വീഡിയോ നമ്മൾ നൂലുകെട്ട് ചടങ്ങിന്റെ തൊട്ട് മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇടാൻ കുറച്ച് വൈകി പോയി കേട്ടോ. ഇങ്ങോട്ട് നോക്കടി, ഇവിടെ നോക്കടി. എടി അവളെ ഇരുത്തിട്ട് നമുക്ക് പേടിയാടി പിടിക്കാൻ. എടി അങ്ങനെയല്ല, കടിച്ചാണോ? താങ്ക് യു. നിനക്ക് ഉറക്കൊന്നുമില്ലേടി? ഇതിങ്ങനെ തന്നെയാണോ പിടിക്കുന്നതിന്? മക്കളേടി താഴെയുള്ളത് തെറിക്കും. ഇത് മുന്നേ ഇത്ര ബസ്സിലിട്ടത്, അവൾ ബസ്സിലിട്ട ഇത്ര ബസ്സിൽ പിടിച്ചതിനായിരുന്നു. അതുകൊണ്ടാ താഴെ ഒരു പാത്രം ഇരിപ്പുണ്ട്, നിറയുണ്ട്, കഴുകിയിടാൻ വേണ്ടി. ചേട്ടാ അങ്ങനെയൊക്കെ പറയുന്നേ? അല്ല, എടുത്തു കൊടുക്കണം രാവിലെ. ശാലു വന്നപ്പം തൊട്ട് ഞങ്ങൾ കളി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവളെങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കി വഴക്കുണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. എനിക്ക് പിന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഒരു മാസമായിട്ട് ഉറക്കമേ ഇല്ലല്ലോ, അതുകൊണ്ട് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കട്ടനകത്ത് ഇച്ചിരി ഉപ്പിട്ട് കൊണ്ട് തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ ഈ കട്ടൻ ചായക്കകത്ത് ഉപ്പിട്ടുകൊണ്ട് തന്നെ കേട്ടോ. ഇത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ്. അതായത് കട്ടൻ ചായക്കകത്ത് ഉപ്പിട്ട് കുടിക്കുകയാണെങ്കിൽ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ കുറയുമെന്ന്. അതുകൊണ്ട് 2-3 പ്രാവശ്യം ഞാൻ ഉപ്പിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അങ്ങോട്ട് കുറയുന്നില്ല. ഭയങ്കരമായിട്ട് കൂടി നിന്ന് നമുക്ക് ഇങ്ങനെ ഇതൊന്നും കുടിച്ചാലൊന്നും കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ എനിക്ക് 2 ദിവസം നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മ എടുത്തുകൊണ്ട് പോകും മോളെ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഫീഡ് ചെയ്യുന്ന ടൈം മാത്രമാണ് കൊണ്ടുവരുന്നത്. എന്നാൽ കൂടി അമ്മയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അമ്മയ്ക്ക് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞിൻ്റെയും കൂടെ ആകുമ്പോഴത്തേക്ക് ഉറക്കമില്ലായ്മയും കൂടെ ആകുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ എനിക്ക് തീരെ വയ്യെങ്കിലും ഞാൻ പറയും കുഴപ്പമില്ലമ്മ ഇവിടെ കിടത്തിക്കോ, അവൾക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യേണ്ടേ അല്ലേന്ന് പറഞ്ഞ് ഇവിടെ കിടത്തും. അതുമല്ല അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇങ്ങനെ എഴുന്നേറ്റ് മോളെ കൊണ്ട് വരുമ്പോഴും അമ്മയ്ക്ക് നല്ല മുട്ടിന് വേദനയൊക്കെയാണ്. നമുക്ക് അപ്പുറത്ത് റൂമിൽ കട്ടിലില്ല, ബെഡ് മാത്രമേ കിടപ്പുള്ളൂ. അപ്പോൾ താഴ്ന്ന് എഴുന്നേക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ അമ്മയടുത്ത് പറയും വേണ്ട എഴുന്നേക്കേണ്ട, അവിടെ കിടന്നോ, കുഞ്ഞിനെ ഞാൻ തന്നെ വെച്ച് കിടന്നോളാം എന്ന് പറഞ്ഞ് ഇവിടെയാണ് മിക്കപ്പോഴും വെക്കുന്നത്. എന്നാലും അമ്മ എനിക്ക് വയ്യാന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും കേട്ടോ. ഇന്ന് പിന്നെ ശാലു വന്നപ്പോഴേ പറയുന്നുണ്ട് ഞാൻ മോളെയും കൊണ്ട് അപ്പുറത്ത് പോയി കിടക്കുക, നീ വേണമെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഇതാ ബെഡൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ എൻ്റെ പറയുക അമ്മയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മോളുടെ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അവൾ തന്നെ കാര്യം പറയുകയോ ചിരിക്കുകയോ എന്തൊക്കെയോ ചെയ്യുക കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ ഇതാ അമ്മ പിന്നെ മോളെയും കൊണ്ട് അപ്പുറത്തെ റൂമിലോട്ട് പോയി. അത് കഴിഞ്ഞാണ് ഞാനിന്ന് ഉറങ്ങാൻ കിടന്നത്. പിന്നെ രാവിലെ തൊട്ടാണ് വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. രാവിലെ ആയപ്പോഴത്തേക്ക് ഇതാ സംഗിയും ചിറ്റയും ആങ്ങളെയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. സംഗിയാണെങ്കിൽ പിന്നെ ചിറ്റയൊക്കെ വന്നപ്പോഴത്തേക്ക് അവരുടെ കൂട്ടത്തിൽ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുമിച്ച് ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നു ആളാ കുഞ്ഞിനെ കാണാൻ വേണ്ടി. ഹലോ, ആടായി പറഞ്ഞിട്ടുണ്ട് നന്നായി. ശക്കടപ്പെണ്ണി ശക്കടപ്പെണ്ണി നല്ല വേണം, നല്ല വേണം. ഹലോ ഹലോ, ഏ പെണ്ണെ എൻ്റെ അമ്മച്ച വന്നേരി. ഹലോ,
അവളുമാരൊക്കെ വന്നപ്പോഴേ നേരെ കുളിക്കാനായിട്ട് ഓടിയത്. അത് കഴിഞ്ഞാണ് വന്ന് കുഞ്ഞിനെ എടുത്ത് തന്നെ. ശാലു ആണെങ്കിൽ ഇന്നലെ വെളുപ്പിന് വെച്ചാൽ 2:30-3 മണിയൊക്കെ ആയപ്പോഴാണ് അവൾ വന്നത്. 2:30 അല്ല 3:30 ആയി അപ്പോഴത്തേക്ക് പോയി കുളിച്ചിട്ട് വന്നിട്ടാട്ടോ മോളെ എടുത്തത്. അത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരുന്നതല്ലേ എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് അവളുമാരുള്ളതുകൊണ്ട് ഇതാ എടുത്തുകൊണ്ട് പോയി കുഞ്ഞിനെ. പിന്നെ എനിക്ക് നോക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് അമ്മയും ചിറ്റയും കൂടെ രാവിലെ കാപ്പിയുടെ കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവിടെയാണെങ്കിൽ ഒരു ചേട്ടനാണെങ്കിൽ കപ്പയും പയറോ കാച്ചിലോ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പയറോ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ചെന്ന് നിന്നിട്ട്. പിന്നെ ഇതാ സംഖ്യയാണെങ്കിൽ മോളെ കൊണ്ട് വെയിൽ കാണിക്കാനെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ വെയിലൊക്കെ കാണിച്ചിട്ട് കൊണ്ടുവന്നത് ആ മരുന്നൊക്കെ കൊടുക്കുമായിരുന്നു അവൾക്ക്. എനിക്ക് പിന്നെ റെസ്റ്റായിരുന്നു ഇവർ വന്നതിന് ശേഷം. എനിക്ക് പിന്നെ കുഞ്ഞിനെ നോക്കേണ്ട ഒരു ആവശ്യമേ വന്നില്ല. ഫീഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു കേട്ടോ അവളുമാരെൻ്റെ കയ്യിൽ തരുന്നത്. 3 പേര് മാറി മാറി എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. 3 അടിയായിരുന്നു. എൻ്റെ കയ്യിൽ താന്നും പറഞ്ഞിട്ട് അടി കൂടി നടക്കുകയായിരുന്നേ. വായിൽ ഭയങ്കര നാട്ടുമായിരിക്കും. എടി അമ്മച്ചി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പാല് ഒഴിച്ചുകൂടി. இவங்கள யாரு? உங்க அம்மா, அப்பா, 2 சித்தி, 3 சித்தி. ஆமா, எத்தனை பேர் இருக்கோம் தெரியுமா? ஒரு சிரினக்கு അപ്പൊ തെരീതാ തമിഴ് തെരീതാ ഉനക്ക്? അങ്ങനെ കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാനൊന്ന് കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേദകുളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേദകുളിക്കാൻ ഞാനൊരു 16-17 കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കുളിക്കാൻ തുടങ്ങിയത്. കാരണം മുറിവൊക്കെ ഉണങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് പതുക്കെയാണ് കേട്ടോ വേദകുളി തുടങ്ങിയത് തന്നെ. എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. എന്നോട് ചോദിച്ചതിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബിൽറൂമിൽ കൊടുത്ത് അമ്മ ഒന്നുമില്ല. തേനല്ലേ? എന്റെ കൊച്ചിനെ വിശക്കുന്നേ. കൊച്ചു തുപ്പി കഴിച്ചതേ. ഇങ്ങനെ തുപ്പിലിങ്ങനെ പാസിട്ടൊക്കെ ശാല് വായ തുറന്നു. ഞാൻ തോന്നിയൊക്കെ വായ വെച്ചു കൊടുത്തു. നിന്റെ ഞങ്ങള് കൊറേ കുടിച്ചതാ. അയ്യോ എന്റെ കുഞ്ഞമ്മ പേടിച്ചു കൊടുന്നേ കേട്ടോ. കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും മഞ്ഞയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് ഇന്ന് വാങ്ങിച്ചിട്ട് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞൻ പോയി വാങ്ങിച്ചിട്ട് വരുന്ന വരവാണേ. നമുക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു. ഇവിടെ വെയിലെന്ന് പറയുന്ന സാധനം ഡെലിവറി കഴിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിനെ വെയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടൊരു പേടി ഉണ്ടായിരുന്നു. റിസൾട്ട് കിട്ടിയപ്പോഴേ ഒരു സമാധാനം ആയത് തന്നെ. ചേട്ടനാണ്ട് ഉമ്മോട് പൊന്നോനെ ഇനി ഒരു ചിരി തിരിന്റെ അമ്മച്ച് ഫോട്ടോ എടുക്കുക. ചിരിക്കുന്നില്ല. മതത്തിൽ പോ. കണ്ണു തുറന്ന് മോനെ. അമ്മയുടെ പൊന്നാണോ? ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മ വീട്ടിൽ പോയി. സംഗീ ശാലുവും കൂടെ പിന്നെ കടയിൽ പോകാനെന്ന് പറഞ്ഞാൽ അവർ പോയി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചിറ്റയൊക്കെ ബീച്ചിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഞാനും കുഞ്ഞിനും വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോളുമായിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുഞ്ഞിനൊരു ഫോട്ടോഷൂട്ട് എടുക്കണം എന്നിങ്ങനെ ഉണ്ടായിരുന്നു. പുറത്ത് ഒന്നും ചെയ്യാനല്ല, നമ്മളായിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഷോൾ എടുത്ത് ഞാനിങ്ങനെ ചുറ്റി എടുക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ. ശരിയാവുമെന്നൊന്നും അറിയത്തില്ല. എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഒന്ന് ചുറ്റിയൊക്കെ എടുത്താണ് ഒരു ഫോട്ടോ എടുത്തത്. അപ്പോൾ നൂലുകെട്ടിന് മുന്നായിട്ട് ഒരു ഫോട്ടോസ് എടുക്കണമെന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ നോക്കി ഇരിക്കുകയായിരുന്നു. പിള്ളേർ വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. അവർ ഒരുപാട് ലേറ്റ് ആയിട്ടാട്ടോ വന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ അങ്ങ് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ചുറ്റിയൊക്കെ എടുത്ത്. മോള് നല്ല രീതിയിൽ സഹകരിച്ചു കേട്ടോ. ആള് നിർബന്ധമോ വഴക്കോ ഒന്നും കാണിച്ചില്ല. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഈ ഒരു സമയത്ത് എടുത്ത ഫോട്ടോസ് ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ഇതാ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വീഡിയോസ് എടുക്കാനൊന്നും നിന്നില്ല. പിന്നെ അങ്ങ് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ ബൈ, സീ യു.